परंतु मैं एलडीएफ यूडीएफ को पूछना चाहता हूं, എങ്കിലും ഞാൻ എൽഡിഎഫിനോടും യുഡിഎഫിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, जिनके परिवार में से कोई विदेश से पैसा भेजने वाला नहीं है, इसकी चिंता करने की केरल की सरकार की जिम्मेदारी है या नहीं? ഈ ഏതെങ്കിലും കുടുംബങ്ങളിലേക്ക് വിദേശത്തിന്റെ പണം വന്നിട്ടില്ല എങ്കിൽ भारत माता की ജയ്. ऐसी आवाज नहीं चलेगी। ഇത്രയും വലിയ വിജയത്തിന് ഈ ശബ്ദം പോരാ, ഇതിൽ കുറക്കെ माता की ജയ്. वंदे മാതരം, वंदे। മാതരം. केरल की इस महान भूमि को, दिव्य भूमि को प्रणाम कर कर मेरी बात की शुरुआत करता हूं। ഞാൻ വന്നപ്പോൾ ശ്രീ പത്മനാഭസ്വാമിയെ വണങ്ങിയിട്ടാണ്, ഇവിടേക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്. क्योंकि मैं तय कर कर गया था कि त्रिवेंद्रम म्युनिसिपल कॉर्पोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा। ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഉണ്ടാകുകയാണെങ്കിൽ പത്മനാഭനെ എത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ന് ഞാൻ നടത്തിയിട്ടു. क्योंकि मैं तो जानता था, आप सब भी जानते थे कि हमारा रास्ता सरल नहीं है। നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പാത ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന്. केरल में कमल खिलाना ये सरल नहीं है। കേരളത്തിൽ താമര വിരിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. न हमारे पास सत्ता थी न ताकत थी, നമ്മുടെ കയ്യിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല. हमारे पास था तो आइडियोलॉजी को समर्पित कार्यकर्ताओं की पूंजी हमारे पास थी। നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആദർശത്തിൽ അധിഷ്ഠിതമായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമർപ്പണം മാത്രമാണ്. हमारा विश्वास तोड़ने का, हमारा आत्मविश्वास तोड़ने का ढेर सारे प्रयास किए गए। നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, ആത്മവിശ്വാസത്തെ തകർക്കാൻ നിരവധി പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. परंतु इसके सामने केरल का मेरा कार्यकर्ता चट्टान की तरह खड़ा रहा और विजय प्राप्त कर कर रहा। പക്ഷേ കേരളത്തിലെ എന്റെ സഹപ്രവർത്തകർ ഇതിനെയെല്ലാം പാറ പോലെ ഉറച്ചു നിന്ന് നേരിട്ട് വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. मित्रों, ये विजय हमारा लक्ष्य नहीं है। സുഹൃത്തുക്കളെ, നമ്മുടെ ലക്ഷ്യം ഈ വിജയം മാത്രമല്ല, लक्ष्य तक पहुंचने का एक पड़ाव है। നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും പടവുകൾ കയറേണ്ടതുണ്ട്. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना। നമ്മുടെ ലക്ഷ്യം താമര അടയാളത്തിൽ വിജയിച്ച് കേരളത്തിന്റെ ഭരണം നേടി കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാവുക എന്നത്. हमारा लक्ष्य है केरल को पूर्ण विकसित बनाना। നമ്മുടെ ലക്ഷ്യം കേരളത്തെ സമ്പൂർണ്ണമായി വികസിപ്പിക്കുക എന്നതാണ്. केरल को देश विरोधी ताकतों से सुरक्षित करना। ദേശദ്രോഹികളിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കുക എന്നതാണ്. और ये तीनों काम हम सब जानते हैं, अब केरल की जनता भी मानती है कि तीनों काम यूडीएफ और एलडीएफ नहीं कर सकते हैं। केवल नरेंद्र मोदी जी के नेतृत्व में एनडीए ही ये काम कर सकता है। നാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നടപ്പാക്കാൻ എൽഡിഎഫിനോ യുഡിഎഫിനോ സാധിക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഭാരതീയ ജനതാ പാർട്ടിക്ക്, നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് നേടിത്തരാൻ സാധിക്കുകയുള്ളൂ. एलडीएफ और यूडीएफ की मैच फिक्सिंग ने अपार संभावनाओं वाले इस राज्य को स्थगित कर कर रख लिया है। अजीब प्रकार की स्टैग्नेंसी का अनुभव हमारा केरल कर रहा है। എൽഡിഎഫും യുഡിഎഫിന്റെയും തമ്മിലുള്ള പരസ്പരമായ സഹകരണം, മാച്ച് ഫിക്സിംഗ് മൂലം കേരളത്തിന്റെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. हमारे दोनों विरोधी ग्रुप, दोनों विरोधी गठबंधन एक गठबंधन जरूर आपस में करे हैं। हम आए तो हम भ्रष्टाचार करें, आप आओ तब आप करो, एक दूसरे को हम कभी नहीं पकड़ेंगे।
നമ്മുടെ രണ്ട് എതിരാളികളാണ് LDF-ഉം UDF-ഉം. അവർ രണ്ടുപേരും അഴിമതി അവസാനിപ്പിക്കുമെന്ന് പറയും. പക്ഷേ ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ നടത്തിയ അഴിമതിയെ ഞങ്ങൾ തൊടില്ല എന്നാണ് അവർ ഇത്രകാലവും ഇവിടെ നടപ്പാക്കിയത്. मगर मैं आज इस कार्यकर्ता सम्मेलन के माध्यम से केरल की जनता को अपील करने आया हूं. केरल के भविष्य का रास्ता, चाहे विकास का हो, चाहे सुरक्षा का हो, चाहे आस्थाओं के संरक्षण का हो, वो रास्ता UDF LDF से नहीं जा सकता. ഈ സമ്മേളനത്തിലൂടെ കേരളത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ ഭാവി അത് വികസനമായിക്കൊള്ളട്ടെ, സുരക്ഷിതത്വമായിക്കോട്ടെ, വിശ്വാസ സംരക്ഷണമാകട്ടെ, അത് മൂന്നും നൽകാൻ LDF-നും UDF-നും സാധിക്കില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. UDF और LDF न हमारी आस्थाओं को सुरक्षित रख सकते हैं, न केरल को सुरक्षित रख सकते हैं, न केरल को विकसित बना सकते हैं. UDF-നോ LDF-നോ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല, കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. और मैं आज केरल की जनता को बताने आया हूं कि पूरी दुनिया में कम्युनिस्ट पार्टियां खत्म हो गई. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. और पूरे देश में कांग्रेस खत्म हो रही. രാജ്യം മുഴുവൻ കോൺഗ്രസും അവസാനിച്ചിരിക്കുന്നു. अब केरल के विकास का रास्ता नरेंद्र मोदी जी के नेतृत्व में NDA में ही. ഇനി കേരളത്തിന്റെ വികസനത്തിലേക്കുള്ള പാത നരേന്ദ്രമോദി തെളിയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. जरूरत है स्पष्ट विजन के साथ केरल की जनता के पास विनम्रता के साथ जाने की. ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങളെ നമ്മൾ വിനയത്തോടുകൂടി സമീപിക്കണം. हमें केरल की जनता जन समर्थन दे रही है, हमारा समर्थन बढ़ भी रहा है. നമുക്ക് കേരളത്തിലെ ജനങ്ങൾ നമുക്ക് നൽകുന്ന പിന്തുണയോടുകൂടി നമ്മുടെ കർത്തവ്യവും ഉത്തരവാദിത്വവും കൂടുകയാണ്. 2014 में हमें 11% वोट मिला, 11% वोट मिला. 2014 നമുക്ക് 11% വോട്ട് കിട്ടി. 19 में हमें 16% वोट मिला 2019 16% അത് ഉയർന്നു. और 24 में हमें 20% वोट मिला. 2024 അത് 20% अब 20 से 30 और 30 से 40 का रास्ता इतना लंबा नहीं होगा. 2026 में ही हम इसको सिद्ध करेंगे. 20 നിന്ന് 30ലേക്കും 30 നിന്ന് 40ലേക്കുമുള്ള നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് അതിവിദൂരമല്ല, അത് 2026 തന്നെ സംഭവിക്കും. और ये हमने देश भर में कर बताया, ये हमने देश भर में सिद्ध कर अचीव कर बताया. നമ്മൾ രാജ്യത്തെ മുഴുവൻ സീറ്റ് നേടിക്കൊണ്ട് ഭരണം നേടിക്കൊണ്ട് നാം പറഞ്ഞു. 1984 में भाजपा की सिर्फ लोकसभा में 2 सीट थी. 1984 നമുക്ക് ലോകസഭയിൽ 2 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. और आज 24 में तीसरी बार नरेंद्र मोदी प्रधानमंत्री बने हैं, तीसरी बार बने. 2024 മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. असम में हमारी 2 असेंबली सीटें थी. അസാമിൽ നമുക്ക് 2 അസംബ്ലി സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. आज असम में हम 2 बार सरकार बनाकर तीसरी बार सरकार बनाने जा रहे हैं. ഇന്ന് അതേ അസാമിൽ നാം തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയിട്ട് മൂന്നാം തവണ അധികാരത്തിലേക്ക് എത്താൻ പോവുകയാണ്. मणिपुर में हमारी एक भी सीट नहीं थी. മണിപ്പൂരിൽ നമുക്ക് ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. हमने 2 बार सरकार बनाई. 2 തവണ നാം അവിടെ സർക്കാർ ഉണ്ടാക്കി. त्रिपुरा में हमारी एक भी सीट नहीं थी. त्रिपुरा- हमने 2 बार त्रिपुरा में सरकार बनाई. ത്രിപുരയിലും നമുക്ക് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല, പക്ഷേ തുടർച്ചയായി 2 തവണ ഭാരതീയ ജനതാ പാർട്ടി അവിടെ അധികാരത്തിലെത്തി. और उत्तर प्रदेश में हमारे पास 400 में से सिर्फ 25 सीटें थी. वहां पर हमने 2 बार सरकार बनाने का काम किया है. ഉത്തർപ്രദേശിലും നമുക്ക് 400 out of 425 seats. 400 സീറ്റ് ഉണ്ടായിരുന്നതിൽ 25 മാത്രമാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അവിടെ വീണ്ടും നാം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയിരിക്കുന്നു. और मित्रों, अब बारी केरल की है. इस बार केरल में
निश्चित रूप से भारतीय जनता पार्टी का मुख्यमंत्री बना। സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇനി കേരളത്തിന്റെ അവസരമാണ്. ഈ 2024 ഇത്തവണ തീർച്ചയായും നാം കേരളത്തിലും അധികാരത്തിലെത്തും. केरल में ये बदलाव सिर्फ शहर तक सीमित नहीं है, കേരളത്തിലെ ഈ മാറ്റം अर्बन एरिया तक सीमित नहीं। കേരളത്തിലെ ഈ മാറ്റം നഗരപ്രദേശങ്ങളിൽ മാത്രമുള്ള ഒരു മാറ്റമല്ല. हमने 30 ग्राम पंचायतें जीती है, നാം 30 ഗ്രാമപഞ്ചായത്തുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 म्यूनिसिपालिटी जीती है 2 മുനിസിപ്പാലിറ്റികളിൽ അധികാരത്തിലെത്തി. और तिरुवनंतपुरम में हमारा मेयर आज त्रिवेंद्रम की सेवा कर रहा है। തിരുവനന്തപുരം കോർപ്പറേഷനിലും നാം നമ്മുടെ മേയറിലൂടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 79 इकाइयों में हम सेकंड प्लेस पर रहे हैं 79 വാർഡുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और 79 പഞ്ചായത്തുകളിൽ നാം 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. और आज त्रिवेंद्रम में हम भाजपा का मेयर देख रहे हैं, कल केरल में भाजपा का मुख्यमंत्री देखने का समय है। ഇന്ന് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറിനെ നാം കാണുന്നു. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് നാം കാണാൻ പോകുന്നത്. ये जो यात्रा है विजय की, ഇത് വിജയത്തിന്റെ യാത്രയാണ്. वो हमारे सैकड़ों कार्यकर्ता जिन्होंने अपना सर्वस्व बलिदान किया, इनके बलिदान के बल पर ये भारतीय जनता पार्टी का विजय संभव हुआ है। ഇത് നമ്മുടെ നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവത്യാഗത്തിന്റെ ഫലമായി കൂടി ഉണ്ടായ വിജയമാണ്. हमारे हजारों कार्यकर्ता ने अन्यायी शासन के जुर्म से महीनों सालों जेल में गुजारे हैं। इनके और इनके परिवारों के बलिदान पर ये विजय आज हमें प्राप्त हो रही है। നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ദുർഭരണത്തിന്റെ കീഴിൽ മാസങ്ങളും വർഷങ്ങളും അനധികൃതമായി തടവിൽ കഴിഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച ത്യാഗത്തിന്റെയും കൂടി ഫലമാണ് നാം ഇന്ന് നേടിയിട്ടുള്ള ഈ വിജയം. आज मैं बड़ी विनम्रता के साथ भारतीय जनता पार्टी की ओर से हमारे विजय को वो बलिदानी कार्यकर्ता और सैकड़ों वो कार्यकर्ता जिन्होंने जेल काटी है, उनके परिवारजनों को समर्पित करना चाहता हूं। ഈ വിജയം കേരളത്തിലെ നൂറുകണക്കിന് ബലിദാനികളുടെയും ജയിലിൽ കഴിയുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെയും അവരുടെ കുടുംബത്തിനും ഞാൻ വിനയത്തോടുകൂടി സമർപ്പിക്കുകയാണ്. मित्रों, केरल के विकास इस तरह से एक मार्गी नहीं हो सकता। കേരളത്തിന്റെ വികസനം ഇങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെ പോയാൽ പോരാ. केरल का विकास संतुलित होना चाहिए, बैलेंस होना चाहिए। കേരളത്തിന്റെ വികസനം എന്നുള്ളത് സന്തുലിതമായ വികസനമാകേണ്ടതുണ്ട്. एलडीएफ यूडीएफ की सरकार केरल के हमारे भाई बहन जो विदेश में काम करते हैं, उनके भेजे गए पैसों से संतुष्टि प्राप्त करते हैं। ഈ LDF-ന്റെയും UDF-ന്റെയും ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയിട്ടുള്ള ചെറുപ്പക്കാർ അയക്കുന്ന പണം കൊണ്ടാണ് കേരളത്തിന്റെ പല കുടുംബങ്ങളും ഇന്ന് സന്തോഷത്തോടു കൂടി കഴിയുന്നത്. हमारे भाई जो विदेश में काम कर रहे हैं और यहाँ पैसा भेज रहे हैं, इसका मैं स्वागत करता हूं, उनके परिश्रम का भी स्वागत करता हूं। കേരളത്തിലെ സഹോദരങ്ങൾ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് പണം അയക്കുന്നുണ്ട്. അതിനെ നാം സ്വാഗതം ചെയ്യുന്നു, അവരുടെ കഷ്ടപ്പാടിനെ അംഗീകരിക്കുന്നു. परंतु मैं एलडीएफ यूडीएफ को पूछना चाहता हूं, എങ്കിലും ഞാൻ LDF-നോടും UDF-നോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, जिनके परिवार में से कोई विदेश से पैसा भेजने वाला नहीं है, इसकी चिंता करने की केरल की सरकार की जिम्मेदारी है या नहीं? ഈ ഏതെങ്കിലും കുടുംബങ്ങളിലേക്ക് വിദേശത്തിന്റെ പണം വന്നിട്ടില്ല എങ്കിൽ അത് वो लाखों करोड़ों लोग गरीब, उनकी जीवन में सुधार लाने की जिम्मेदारी किसकी है? അവരുടെ ജീവിതത്തിലെ നന്മ കൊണ്ടുവരാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. आज मैं केरल की जनता को कहने आया हूं, जहां जहां भारतीय जनता पार्टी का शासन आया, एनडीए का शासन आया, जहां चाहे बिहार हो, यूपी हो, मध्य प्रदेश हो, छत्तीसगढ़ हो या राजस्थान, ये बीमार राज्यों को भारतीय जनता पार्टी और एनडीए ने विकसित राज्य बनाया। ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നേരത്തെ ബീമാരി സ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന ബീഹാർ ആയാലും ഉത്തർപ്രദേശ് ആയാലും മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെയെല്ലാം വികസനം ഉണ്ടായത്.